ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. ഫ്രണ്ട്സെല്ലാം പറയാൻ തുടങ്ങി. എടി ആ എന്ത് പറ്റിയടി? നമുക്ക് ജോബ് കിട്ടിയിട്ടുണ്ടടി എന്ന് ഹീറോയുടെ ചേച്ചി പറയായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ചേച്ചി നിങ്ങൾക്ക് ജോബ് കിട്ടിയോ? അതെടി, നമുക്ക് രണ്ടുപേർക്ക് ജോബ് കിട്ടിയിട്ടുണ്ടോ? നമുക്ക് രണ്ടുപേർക്ക് പറഞ്ഞ ഹീറോയിന് രണ്ട് ചേച്ചിയാണ്. രണ്ട് ചേച്ചി, അതെ, വലിയ ചേച്ചീൻ്റെ പേരാണ്, അത് ഫസ്റ്റ് ചേച്ചിയുടെ പേരാണ് മീര. രണ്ടാമത്തെ ചേച്ചിയുടെ പേര് അശ്വതി. അങ്ങനെ മീര എന്നേ. ഓക്കെ ഫ്രണ്ട്സ്, ഹീറോയിൻ്റെ ചേച്ചി ഫസ്റ്റ് ചേച്ചി പറയാൻ തുടങ്ങി. എടി, ഇത് ചേച്ചി പേര് പറയില്ല. ഇല്ല, ഫസ്റ്റ് ചേച്ചി രണ്ടാമത്തെ ചേച്ചി പറയാം. അങ്ങനെ ഫസ്റ്റ് ചേച്ചി പറയാൻ തുടങ്ങി. എടി, എനിക്ക് ജോബ് കിട്ടിയിട്ടുണ്ട്, ഞാൻ അവിടെ പോവാൻ. ചേച്ചി എവിടെ ജോബ്? ഞങ്ങൾക്ക് രണ്ടാൾക്ക് കൊറിയയിലാണ് കിട്ടി. എനിക്ക് ഷോക്കായിരുന്നു. ചേച്ചി നിങ്ങൾ രണ്ടാൾ പോയാൽ ഞാനിവിടെ ഒറ്റക്കാണല്ലേ? പറഞ്ഞു തന്നെ. അയക്ക് ഹീറോയിൻ്റെ ചേച്ചി പറയാൻ തുടങ്ങി. ഒറ്റക്ക് എന്താ ചെയ്യാം? അങ്ങനെയായിട്ട് ചേച്ചി പറയായിരുന്നു. ഒറ്റക്കൊന്നുമില്ല, സാഡാക്കണ്ടെന്ന് പറഞ്ഞ് സമാധാനമാക്കാൻ തുടങ്ങി ചേച്ചി. ശരി, ഓക്കെ ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ഹീറോയിനെ അച്ഛത് അവർ പോയി. അച്ഛനമ്മ പറയായിരുന്നു സൂക്ഷിക്കണം. ഓക്കെ മോം, ഡാഡ് എന്ന് പറഞ്ഞ് രണ്ടുപേരോടൊന്ന് പോയി. ഹീറോയ്ക്ക് BTS നമ്പർ ഒന്നും ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെയായിട്ട് രണ്ടുപേരും ഇങ്ങനെ പിരിഞ്ഞ്, അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ചേച്ചിമാർ അങ്ങനെയായിട്ട് ജോലിയായിട്ട് എൻജോയ് ചെയ്തതായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പോയായിരുന്നു. അങ്ങനെ രണ്ടുപേരും BTSൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഹെയർ സ്റ്റൈലർ, ഡ്രസ് ഡിസൈനർ എല്ലാവരായിട്ട് മാറിയായിരുന്നു. അവർക്ക് രണ്ടുപേരും എല്ലാ നല്ല പഠിക്കുന്ന കുട്ടികളാണ്. അവർക്ക് നല്ല അറിയും. ഓൾറെഡി അവർ അങ്ങനെ ജിമ്മിനിക്കും ജങ്കുക്കാണ് അവർ ഹെയർ ഡിസൈനറായിട്ട് പോയത്. അങ്ങനെയായിട്ട് രണ്ടുപേരും അവിടെ ഓക്കെ. ഇവർ അത്രയല്ലേ, നമ്മൾ അനിയത്തിക്ക് മാത്രം അവർ പിടിക്കും. അങ്ങനെ വീട്ടിൽ കോൾ ചെയ്ത് അവർ സംസാരിക്കുമായിരുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ ആർമിയാണോ എന്ന് ചോദിച്ചായിരുന്നു. സർ, ഐ എം നോട്ട് ആർമി, ഞങ്ങൾക്ക് പിടിക്കും. അങ്ങനെയായിട്ട് അവർ ചോദ്യം കേട്ടായിരുന്നു. അങ്ങനെയൊന്നും ഇല്ല സർ, ആക്ച്വലി ഞങ്ങൾക്ക് ഓരോ BTS എന്ന് അത്ര ഒന്നും അറിയില്ല സർ, നിങ്ങൾ പറഞ്ഞു തന്നാൽ മതിയെന്ന്. ഞങ്ങൾ ഫാൻസ്, അതന്നെ ഞങ്ങൾ പറഞ്ഞ അങ്ങനെ ഏത് മൂവീസ് നോക്കില്ല സർ. ആക്ച്വലി ഞങ്ങൾ കഷ്ടപ്പെട്ട് കൊറിയൻ പഠിച്ചത് സർ. അതുമാത്രമല്ല ഞങ്ങൾക്ക് പിടിക്കും. ഞങ്ങൾക്ക് കൊറിയയിൽ അത്ര ഒന്നും ആക്ടേഴ്സ് അതൊന്നും അറിയില്ല സർ. ഞങ്ങൾ ഫുൾ ഇന്ത്യ ഗേൾസാണ് സർ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് അതിലൊരാൾ ജോയിൻ ചെയ്തായിരുന്നു. അവർ പറഞ്ഞായിരുന്നു, സർ ഇവർ പറഞ്ഞാൽ ശരിയാ സർ, ഇവർക്കൊന്നും അറിയില്ല. അങ്ങനെയായിട്ട് ഒരാൾ പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് ഓക്കെ എന്ന് പറഞ്ഞു. അവിടുത്തെ ഒരാൾ സ്വീകരിച്ച് ചെയ്തു. അത് മാത്രമല്ല, അങ്ങനെ ഒരു രണ്ടാളെ കണ്ടിട്ട് ഷോക്കായിരുന്നു. എങ്ങനെയായിട്ട് അവർ കണ്ടീഷൻ കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ CEO എണിച്ച് പോകാമെന്ന് പറയാൻ തുടങ്ങി. ഇവർക്ക് അങ്ങനെ കോൺട്രാക്റ്റ് ഒന്ന് സൈൻ ചെയ്യേണ്ടതെന്ന് CEO പറഞ്ഞു. അത് കേട്ടിട്ട് ഷോക്കായിരുന്നു. അതെ, ഇങ്ങനെ അവർ വന്നായിരുന്നു. അങ്ങനെയായിട്ട് ഇവർ സംസാരിക്കുന്ന കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ പോകുമ്പോൾ സൈൻ ചെയ്യേണ്ട എന്ന് പറഞ്ഞു. CEO വന്നു. CEO പറയാൻ തുടങ്ങി ഇവർക്ക് സൈൻ ചെയ്യേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് ഗേൾസ് ഷോക്കായിട്ട് നോക്കുക തുടങ്ങിയായിരുന്നു. അതെ, CEO ആണ്. അതിനായിട്ട് എന്ത് സാർ നിങ്ങൾ പറയുന്നത്? അതെ, ഇവർ രണ്ടുപേരും എനിക്കറിയും. ഇവർക്ക് കണ്ടീഷൻ എത്രയാണുള്ളത്. ഇവർ ഫോൺ ഹാക്കിങ് അതൊന്നും ചെയ്യേണ്ട. അങ്ങനെയൊന്നും പിന്നെ ബാക്കി പറഞ്ഞു. ഇവരെനിക്ക് നന്നായി അറിയുന്നവരാ എന്ന് പറഞ്ഞ CEO പറഞ്ഞു. ഓക്കെ എന്ന് സർ എന്ന് പറഞ്ഞു. അങ്ങനെ CEO വന്ന് സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു. CEO പറയാൻ തുടങ്ങി. സ്കിമി, യെസ്, നിങ്ങൾ രണ്ടുപേരും എനിക്ക് നന്നായിട്ട് അറിയും എന്ന് പറഞ്ഞായിരുന്നു CEO. പറഞ്ഞു കേട്ട് ഷോക്കായിരുന്നു. അതുമാത്രമല്ല, അങ്ങനെയായിട്ട് നിങ്ങൾ എനിക്ക് അറിയും എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ്റെ ചേച്ചിമാർ കേൾക്കാൻ തുടങ്ങിയായിരുന്നു. ഫസ്റ്റ് ചേച്ചി കേൾക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് എങ്ങനെ അറിയും? അതുമാത്രമല്ല, ഹീറോയിൻ്റെ പേര് പറഞ്ഞു. അത് കേട്ട് രണ്ടുപേരും ഷോക്കായി. നിങ്ങൾക്ക് എങ്ങനെ അറിയും? ഇല്ലപ്പാ, ഞാൻ ഇന്ത്യക്ക് വന്നായിരുന്നു. അപ്പോൾ എനിക്കൊരു ചെറിയൊരു പരിചയമായിരുന്നു. ഞാൻ പിന്നെ വന്ന് രക്ഷിച്ച്. അതുമാത്രമല്ല നിങ്ങൾ രണ്ടാൾ ഫോട്ടോസ് എന്നോട് സംസാരിച്ചായിരുന്നു ഫ്രണ്ട് ടൈപ്പായിട്ട്. നിങ്ങൾ കുറച്ചെല്ലാം എനിക്ക് പറഞ്ഞു തന്നാൽ അതുകൊണ്ട് ഞങ്ങൾക്കറിയും എന്ന് പറഞ്ഞായിരുന്നു. അതിട്ട് CEO പറയാൻ തുടങ്ങി. നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്താൽ, അതുമാത്രമല്ല എനിക്ക് നിങ്ങൾ അനിയത്തിനോട് സംസാരിക്കണം ആഗ്രഹമുണ്ട്. അങ്ങനെ CEO ഹീറോയിൻ്റെ രണ്ട് ചേച്ചിമാർ ബെസ്റ്റ് ഫ്രണ്ട്സായി മാറി തുടങ്ങി. ഇങ്ങനെ ഹീറോയിനെ കുറിച്ച് പറയാൻ തുടങ്ങിയായിരുന്നു. CEO പറയായിരുന്നു, എനിക്കിങ്ങനെ അനിയന്മാരുള്ളത്, അനിയത്തി അങ്ങനെ CEOക്ക് ഒരു അനിയത്തിയും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല അനിയത്തി ഇല്ലായിരുന്നു, ചേച്ചി മാത്രമുള്ളതാണ്. പിന്നെ അനിയന്മാരാണ്.
സിയോക്ക് അനിയത്തിയില്ല. അങ്ങനെ ഹീറോയിനാകുമ്പോൾ ഒരു അനിയത്തി മാറി. അത് മാത്രമല്ല ഇവർ രണ്ടുപേരെ സിയു ഒരു അനിയത്തി മാറിയാണ് ടിക്ക് ചെയ്തത്. അങ്ങനെയായിട്ട് സിയു പറയുന്നത് ഭയങ്കര ഫ്രണ്ട്സായിട്ട് സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു അങ്ങനെ ഇന്ത്യയിൽ. അങ്ങനെ സിയോമാർ പറയാൻ തുടങ്ങി നമുക്ക് ഇന്ത്യയൊക്കെ പോവാം അങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ സിഒ എന്നോട് പറയാൻ തുടങ്ങി, സാർ എങ്ങനെയായിട്ട് സിഒനെ വിളിച്ച് പറയായിരുന്നു, സാറ് വേണ്ട ചേട്ടൻ എന്ന് വിളിച്ചു. ചേട്ടാ ഞങ്ങളെല്ലാവരും ഇന്ത്യയൊക്കെ പോവാം ചേട്ടാ എന്ന് പറഞ്ഞു. പിന്നെ ഹീറോയിൻ്റെ വീട്ടിലെല്ലാവരും ഫ്രണ്ട്സ് ഒരു ഫാമിലീസ്മാർ സംസാരിക്കുമായിരുന്നു. സിഒ പറഞ്ഞായിരുന്നു, സിഒ കേട്ടു എന്തേ ഇന്ത്യക്ക് പോവാം. അതെ അങ്ങനെ നടന്ന കാര്യം ചേട്ടാ, ഞങ്ങളെല്ലാവരും ഇന്ത്യക്ക് പോവാണ്. അവിടെ ഫിഫ്റ്റ് എന്ത് പറഞ്ഞാൽ നല്ല ഒരു പാർട്ടി കാണുന്നതായിട്ട് പറഞ്ഞായിരുന്നു. ശരി ഞാനും കൂടെ വരാം. അങ്ങനെ സിഒ പറഞ്ഞായിരുന്നു ശരി ഓക്കെ എന്ന്. അങ്ങനെ സിഒ പറഞ്ഞു ഞാൻ വരാൻ പോകുന്നു. അങ്ങനെ സിഒ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ സിഒ ഇങ്ങനെ പ്ലാൻ ചെയ്തു. അങ്ങനെയായിട്ട് നാട്ടിലൊക്കെ വരാൻ പ്ലാൻ ചെയ്തു. അങ്ങനെയായിട്ട് സിഒ കൂടെ വന്നായിരുന്നു. അങ്ങനെ സിഒക്ക് പറഞ്ഞ അച്ഛനും അമ്മയും ഇല്ല. അങ്ങനെ സിംഗിളാണ്. അങ്ങനെ അവർ ഇന്ത്യയൊക്കെ വന്നു. ഹീറോയിൻ മമ്മിക്ക് ഡാഡിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെയായിട്ട് അവർ ജോളിയായിട്ട് സംസാരിക്കുമായിരുന്നു. അങ്ങനെയായിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ സിഒ ഇങ്ങനെ യഥാർത്ഥം വീട്ടിൽ വന്ന് നോക്കുമ്പോൾ സിഒ വീടെല്ലാം നന്നായിട്ട് നോക്കിയായിരുന്നു. വീട്ടിലൊക്കെ വന്നിരുന്നു. എല്ലാവരും ഹാപ്പി ആയിരുന്നു. അപ്പോൾ സിഒ ഒരു ഫോട്ടോ കാണും സിഒക്ക് ഹാർട്ട് അറ്റാക്ക് മതി ഷോക്കായിരുന്നു. അത് സിഒ വെച്ച് കണ്ണെടുക്കാതെ നോക്കുമായിരുന്നു. സിഒക്ക് ഷോക്കായിരുന്നു. സിഒ കേട്ടായിരുന്നു ആൻറ്റി അങ്കിൾ ഈ ഫോട്ടോത്തുള്ളത് ആരാന്ന് സിഒക്ക് ഷോക്കിൽ കേട്ടായിരുന്നു. അതിനായിട്ട് ഹീറോയിൻ മമ്മിയുടെ അച്ഛനും വീടെല്ലാം സാഡായിരുന്നു. എന്താ സിഒനോട് ഹീറോയിൻ്റെ ചേച്ചി പറയുന്നു ഇത് ഞങ്ങളെ ചേട്ടനാണോ ഇങ്ങനെയായിട്ട് ഞങ്ങൾ ട്രിപ്പ് പോയിരുന്നു. അങ്ങനെ കാണാതായി എന്നെ പറഞ്ഞു. സിഒക്ക് ഷോക്കായിരുന്നു. സിഒ ഫോട്ടോ നോക്കി സിഒക്ക് ഷോക്കായിരുന്നു. അതിനായിട്ട് എന്താ പറഞ്ഞ് ഷോക്കായത് അമ്മ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ സിഒക്ക് പറയാനായിട്ട് എന്താ പറയുക അമ്മ പറയുന്നത് സിഒക്ക് ഷോക്കായിട്ട് നിങ്ങൾ എൻ്റെ അമ്മയാണോ എന്ത് കേട്ടായിരുന്നു. നിങ്ങളുടെ അമ്മയാണോ അത് സിഒ ഫോട്ടോ കാട്ടിയായിരുന്നു. അവർ യങ്ങായിട്ടിരിക്കുമ്പോൾ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു.